അടുത്തതായി ചെമ്പരത്തി ഹിബിസ്കസ് എന്ന ചെടിയെ കുറിച്ച് സംസാരിക്കാം. റോസ സിനൻസിസ് എന്ന ബൊട്ടാണിക്കൽ നെയിമിലുള്ള ഈ ചെടി ബാൽവേസിയ ഫാമിലിയിലുള്ളതാണ്. ചെമ്പരത്തിയെ പോലെ ഔഷധ ഗുണവും സൗന്ദര്യമുള്ള വേറൊരു ഔഷധ സസ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയ ചെമ്പരത്തി കേശ സംരക്ഷണത്തിൽ ഒരു ഹീറോയിൻ തന്നെയാണ്. നമ്മൾ ചെമ്പരത്തി താളിയായിട്ട് എടുക്കാനായി അതിന്റെ പൂവും ഇലകളും നന്നായി കഴുകി മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ ഒരു ലിക്വിഡ് കിട്ടും. അതിന് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രോത്തി ഇഫക്റ്റ് വരും. അത് തോർത്തിലൂടെ അരിച്ചെടുത്തിട്ട് താളിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ അതിൽ ടാനിൻസ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, കാർഡിയ ഗ്ലൈക്കോസൈനൈഡ്സ് അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ചെമ്പരത്തിയുടെ ഇല നമ്മൾ തിളപ്പിച്ച് വെക്കുമ്പോൾ തന്നെ അതൊരു റെഡ് കളർഡ് ആയിട്ടൊരു പാനീയം കിട്ടും. അതിൽ ഈക്വലായിട്ട് പാല് ചേർത്ത് കഴിക്കുന്ന ഒരു കാർഡിയോക്ടോണിക് ആയിട്ട് യൂസ് ചെയ്യാം. അമിത രക്തസ്രാവത്തിന് ചെമ്പരത്തി 2-3 ഇതള് വെറുതെ നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ ഈ 5 ഇതളായിട്ടുള്ള ചെമ്പരത്തിയാണ് നമ്മൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുക, കട്ട ചെമ്പരത്തിയല്ല. പിന്നെ പഴയ വൈദ്യന്മാരുടെ വീട്ടിലൊക്കെ ചെമ്പരത്തി ആദ്യ വെളിച്ചെണ്ണ ഒക്കെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വരും. അതിന്റെ ആ ഒരു പച്ച കളറിലുള്ള ഒരു കളറും അതിന്റെ നല്ല മണവും ഒക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. മുത്തശ്ശി അത് കാച്ചി ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് ആക്ച്വലി ചൊറി ചിരങ്ങൊക്കെ വരാതിരിക്കാൻ കുട്ടികളെ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്.